ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വ്ളോഗിൽ ഈദിൻ്റെ തലേന്നും തുടങ്ങി ഈദ് ഡേ വരെയുള്ള ഒരു ചെറിയ കാര്യങ്ങളൊക്കെയാട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ വെറുതെ ഇങ്ങനെ കിച്ചൻ്റെ സൈഡിൽ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ക്ലൈമറ്റൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇക്ക വിളിച്ചിട്ട് പറയുന്നത് ദേ നമ്മുടെ റംബൂട്ടാൻ ഉണ്ടായി കിടക്കുന്നത്. അപ്പോൾ ഞാൻ വലിയ കാര്യത്തോടു കൂടി ചെന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കുന്ന ടൈമിൽ ദേ ഇതാണ് കേട്ടോ അവക്കാഡോ, അതുപോലെ തന്നെ കറിവേപ്പില, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ മതിലിനോട് ചേർന്ന് നട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റംബൂട്ടാൻ ഹണ്ടിങ് ആണ് കേട്ടോ ഇന്ന്. ഇതാണ് മക്കളെ എൻ്റെ ആദ്യമായിട്ട് എൻ്റെ റംബൂട്ടാനിൽ ഉണ്ടായ റംബൂട്ടാൻ. ഈ ഒരൊറ്റ എണ്ണാട്ടുണ്ടായത്, നിങ്ങളൊന്നും വിചാരിക്കരുത്, കാരണം ഇത് ആദ്യമായിട്ട് ഉണ്ടാവുന്നതാട്ടോ. ഇപ്പം നമ്മൾ എന്ത് ഫ്രൂട്ട്സ്, അതിപ്പോൾ എന്ത് സാധനങ്ങൾ വെച്ചാലും ആദ്യമായിട്ട് ഉണ്ടാകുമ്പോൾ കുറച്ച് ആളുണ്ടാവുള്ളൂ. പക്ഷെ എന്താണെന്നറിയില്ല, എൻ്റെയിൽ ഒരെണ്ണാട്ടം ഉണ്ടായുള്ളൂ. കറക്റ്റ് ഒന്ന് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ മാത്രമാണ് അത് കിട്ടിയുള്ളൂ. എന്താണെന്നറിയില്ല, ആ റംബൂട്ടാൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് പടച്ചവൻ എനിക്ക് ഒരെണ്ണമായിരിക്കാൻ തന്നത്. പിന്നെ ഞാൻ അതിൽ 3-4 കൊലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അതിൽ 2 കൊലയിൽ നിറച്ചും ഇങ്ങനെ റംബൂട്ടാൻ ഇങ്ങനെ ഉണ്ടായി കുനുകുനാന്നുണ്ടായി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ മഴയൊക്കെ വന്നപ്പോൾ അതങ്ങനെ വാടിച്ചാടിയൊക്കെ പോയതായിരിക്കാം. അപ്പം ഞാനത് ആ പറിച്ച ടൈമിൽ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരെ കൊണ്ടുവന്ന് കിച്ചണിൽ വെച്ചു കേട്ടോ. കാരണം നമ്മൾ നട്ടിട്ട് ആദ്യമായിട്ട് ഉണ്ടാകുന്ന റംബൂട്ടാനല്ലേ. അപ്പോൾ അത് ചുമ്മാ ഒരു വീഡിയോ ഒക്കെ എടുക്കുക, അത് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. ഒരു ചെറിയ പ്രചോദനം ആയിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. ചെറിയ പ്രചോദനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് ട്രീസും ചെറിയ പ്ലാന്റ്സൊക്കെ വീട്ടിൽ വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്ക് കൂടുതൽ സ്ഥലങ്ങളൊന്നുമില്ല. ഉള്ള സ്ഥലത്ത് കുറച്ച് സ്ഥലമുള്ളൂ. ആ ഉള്ള സ്ഥലത്ത് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ പ്ലാന്റ്സും ട്രീസൊക്കെ വച്ച് പിടിപ്പിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ സ്ഥലമില്ലാന്നൊക്കെ പറഞ്ഞ് വെറുതെ ഒന്നും ചെയ്യാണ്ടൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു മരമെങ്കിലും എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ വയ്ക്കാൻ ഇഷ്ടപ്പെടുക, അത് വയ്ക്കുക, അത് നല്ല ഒരു കാര്യമാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നട്ട ഒരു ട്രീസിൽ നിന്ന് അതിൽ നിന്നൊരു ഫലം പറിക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനത് ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ആകെ ഒരു റംബൂട്ടാനുള്ളൂ. അപ്പോൾ അതേ മോളപ്പുറം മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയുക ഉമ്മി എനിക്കും താട്ടെന്നും പറഞ്ഞു. ഈ ഒരു റംബൂട്ടാൻ എങ്ങനെ ഷെയർ ചെയ്യാനാ? അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ പിടിക്കാനാണ് മോളെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അതിൽ നിന്ന് പകുതി കൊടുത്തിട്ടോ. കാര്യം അതിൽ നിന്ന് കഴിക്കാനൊന്നും ഉണ്ടായില്ല. പക്ഷെ നല്ല അത്യാവശ്യം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന റംബൂട്ടാൻ്റെ വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് മോള് മെഹന്തി ഇട്ട് കഴിഞ്ഞു. അപ്പം ഞാനും ഇങ്ങനെ യൂട്യൂബൊക്കെ ഓണാക്കി വെച്ചുകൊണ്ട് മെഹന്തി ഇട്ടുകൊണ്ടിരിക്കട്ടെ. വലിയ മെനിയൊന്നും ആയില്ല, പക്ഷേ എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള മെഹന്തിയൊക്കെ ഞാനങ്ങോട്ട് തട്ടിക്കൂട്ടി വെച്ചു കേട്ടോ. പിന്നെ ഉള്ളത് നൈറ്റ് കിടന്നുറങ്ങി. പിന്നെ ഇത് നേരം വെളുത്തിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. നേരം വെളുത്ത് ഞാൻ എൻ്റെ മെഹന്തിയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞു. ഞാനത് ഇട്ട പാടെ കിടന്നുറങ്ങി കേട്ടോ. പിന്നെ ഞാൻ നേരം വെളുത്തിട്ടാണ്. ചില സമയത്ത് ഞാൻ കുട്ടികളുടെ സ്വഭാവമാണ്, എനിക്കത് ഉറങ്ങണതിന് മുമ്പ് കഴുകി കളയായിരുന്നു. പിന്നെ ഞാനതങ്ങനെ വെച്ച് അങ്ങനെ അവിടെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി. പിന്നെ നേരം വെളുത്താണ് ബോധം വെക്കുന്നത്. പിന്നെ നേരം വെളുത്ത് അതൊക്കെ പിച്ചി പറിച്ച് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ വന്ന് ഞാൻ പേപ്പറൊക്കെ എടുക്കുകയാണ്. അപ്പോൾ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഫിലിം സ്റ്റാർ ഷൈൻ ചാക്കോയുടെ കാർ അപകടമൊക്കെ ഞാനിങ്ങനെ വായിക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാദർ മരിച്ചു എന്നൊക്കെ ഞാനിങ്ങനെ വാർത്ത കണ്ടു. അതിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ തന്നെ ന്യൂസൊന്നും വായിക്കാറില്ല കേട്ടോ. ഞാൻ നൈറ്റിലാണ് ന്യൂസ് പേപ്പറൊക്കെ വായിക്കാറുള്ളൂ. കാരണം രാവിലെ എനിക്ക് അങ്ങനെ ടൈമൊന്നും കിട്ടാറില്ല. ഈ പിള്ളേർ സ്കൂളിൽ പോണതുകൊണ്ട് രാവിലത്തെ പരിപാടികളെന്ന് പറഞ്ഞാൽ കിച്ചണിലെ പണികൾ, ക്ലീനിങ്, അങ്ങനെ പോകും. പിന്നെ വൈകുന്നേരം എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് ഒരു ചായയൊക്കെ കുടിക്കുന്ന ടൈമിലായിരിക്കും ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുന്നത്. ഇപ്പം ഞാൻ അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്ന് അതൊക്കെ ഇങ്ങനെ വായിക്കുകയാണല്ലോ കേട്ടോ. ഇന്ന് പെരുന്നാൾ ഡേ ആണ്, അതുകൊണ്ട് തന്നെ നേരത്തെ എണീച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ നേരം വെളുക്കുന്നത് കുറച്ച് നേരത്തെയാണ് കേട്ടോ. നല്ല വെട്ടം വന്നിട്ടുണ്ട്. ഇപ്പം ഒരു 5:55 ആയി. 5:55 ആയാലും നല്ലോണം വെട്ടം വയ്ക്കും. അതുപോലെ സന്ധ്യ ആവണതും ഭയങ്കര ലേറ്റ് ആയിട്ടാട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ നേരം വെളുക്കുന്നതും നേരത്തെ, സന്ധ്യ ആവുന്നതും വൈകി. അങ്ങനെയാണിപ്പം. അങ്ങനെ നേരെ വന്ന് കുറച്ച് കറിവേപ്പില ഒടിക്കുകയാണ്. ഏതായാലും പുറത്തിറങ്ങിയതല്ലേ, അപ്പോൾ കുറച്ച് കറിവേപ്പിലയൊക്കെ ഒടിച്ചെടുത്ത് കിച്ചണിലേക്ക് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അപ്പം ഞാൻ എപ്പോഴൊക്കെ വാതിൽ തുറന്നാലും ഈ പൂച്ച
ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും. അപ്പം ഞാൻ ആദ്യം പോയി ഫ്രണ്ട് ഡോറാണ് തുറന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, അകത്തേക്ക് ആൾക്ക് ചാടണം. അപ്പോൾ ആ ഗ്യാപ്പിൽ അപ്പോൾ ന്യൂസ് പേപ്പർ എടുക്കാൻ പോയി, ആ ഗ്യാപ്പിൽ ആളകത്തേക്ക് കയറി പിന്നെ എൻ്റെ കിച്ചണിൽ വന്ന് ദേ ഈ ഡോറിൻ്റെ സൈഡോട് ചേർന്ന് അവിടെ നിൽക്കും. പിന്നെ നമ്മൾ എന്തായാലും ആ ഡോറ് തുറന്ന് ഈ വർക്കിംഗ് കിച്ചണിലേക്ക് വരുമല്ലോ. അപ്പോൾ പിന്നെ ആൾക്ക് സുഖമാണ് അവിടെ കയറി കിടന്ന് ഭരിക്കുകയൊന്നുമില്ല കേട്ടോ, പാവാണ് ആൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇപ്പം നമ്മളൊരു മീനോ അതുപോലെ ഇറച്ചിയോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ സാധാ പുറത്തുനിന്നുള്ള പൂച്ചയാണെങ്കിലുണ്ടല്ലോ നമ്മുടെ കൈ വരെ കടിച്ചെടുത്തുണ്ടോ. പക്ഷേ ഇത് ഭയങ്കര ക്ഷമാശീലം കൂടുതലാട്ടോ ഈ പൂച്ചയ്ക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് പെരുന്നാൾ ദിനമായിട്ട് ഞാൻ ഇടിയപ്പം മുട്ടക്കറിയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് പെരുന്നാളായിട്ട് എന്താ ബീഫോ മട്ടനോ ചിക്കനോ ഒന്നും ഇല്ലേ സിമി എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. ഇന്ന് പെരുന്നാളായതുകൊണ്ട് ഞങ്ങൾ ഒരു കന്നുകാലീനെ ഷെയർ കൂടി ബലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മീറ്റ് ഉണ്ടാവും, അല്ലാണ്ട് പള്ളിയിൽ നിന്ന് മീറ്റ് വേറെ ഉണ്ടാവും. അപ്പോൾ എന്തിനാണ് വെറുതെ ഈ ചിക്കനും മട്ടനും ബീഫൊക്കെ മേടിച്ച് വെറുതെ പൈസ കളയുന്നതും അതുപോലെ തന്നെ ശരീരം കേടാക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇന്ന് ഈ ചിക്കനോ ബീഫോ ഒന്നും ഇല്ലാത്തത്. അതുകൊണ്ടാണ് ഇന്ന് മുട്ട കറി വെക്കുന്നത്. അപ്പം ഞാൻ വേറൊരു കാര്യം പറയട്ടെ, നിങ്ങളിൽ പലർക്കും ഈ ഇടിയപ്പം പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, അതായത് അതിൻ്റെ പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഭയങ്കര തിരിക്കാൻ പറ്റാണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ട്രിക്ക് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ തിളച്ച വെള്ളത്തിൽ പൊടി വാട്ടിയെടുക്കൂലേ, ആ ടൈമിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് ആ പ്രസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പീച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് തിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതായത് ആ പ്രസ് ഉണ്ടാവില്ലേ, ആ അച്ച് ഈസി ആയിട്ട് തന്നെ കറക്കി എടുക്കുക കേട്ടോ. അപ്പം നല്ല നൈസായിട്ടുള്ള നൂല് കിട്ടുകയും ചെയ്യും. നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ ഒരു പാത്രം ആ തട്ടുണ്ടല്ലോ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ കറക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. പണ്ടൊക്കെ ഉണ്ടല്ലോ എൻ്റെ വീട്ടിൽ ഉമ്മ ഈ മരത്തിൻ്റെ പ്രസ് ഉണ്ടാവും. അത് പണ്ട് കാലത്തെ പ്രസ്സൊക്കെ കണ്ടിട്ടില്ല, ചുമ്മാ അതിലേക്ക് മാവ് വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക, തള്ളി കൊടുക്കുന്നത്. അങ്ങനത്തെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെയാണ് പണ്ടത്തെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഞാൻ പണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് ഇതുപോലത്തെ തിരിക്കുന്ന പ്രസ്സിലേക്ക് ഞാൻ മാറിയത്. ഈ തിരിക്കുന്ന പ്രസ്സിൻ്റെ പ്രശ്നമാണ് ഇതിങ്ങനെ പൊടി വെച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ കറക്കിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം വന്നപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഇപ്പം എനിക്ക് ആ പ്രശ്നമില്ല കേട്ടോ. അതേ എൻ്റെ പൂച്ച എൻ്റെ അടുത്ത് വന്നിരിക്കുകയാട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ ഈ പൂച്ച കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ആ ചവിട്ടിയുടെ പുറത്ത് അങ്ങോട്ട് എടുത്തു കേട്ടോ. അപ്പോൾ നല്ല തണുപ്പ്, കുഞ്ഞു പൂച്ചകൾ. അപ്പോൾ അതങ്ങ് തണുക്കുണ്ടാന്ന് കരുതിയിട്ട് ഞാൻ അതിനെ ഇങ്ങനെ അവിടെ കെടുത്താൻ സമ്മതിച്ച് അനുവാദം കൊടുത്തിരിക്കുകയാണ്. കുഴപ്പമില്ല കേട്ടോ. ഇന്ന് ലഞ്ചിനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ബീഫ് ഫ്രൈയും സാലഡും പപ്പടം അച്ചാർ അതൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാത്തിനും, അതായത് ഇന്ന് എഗ്ഗ് തുടങ്ങി ലഞ്ചിന്, അതായത് നെയ്ച്ചോറിനും ഇറച്ചിയുമുള്ള എല്ലാം അതിനുള്ള സവാളയും ഇഞ്ചിയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ തലേന്ന് രാത്രി തന്നെ നന്നാക്കി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്തു വെച്ചാൽ തന്നെ പകുതി ആശ്വാസമാണ്. നമുക്ക് നിന്ന് കുക്ക് ചെയ്യണതിന് വലിയ പാടൊന്നുമില്ല കേട്ടോ. നമുക്ക് ശരിക്കും നമ്മുടെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ടൈം എവിടെയാണ് പോകണമെന്ന് അറിയുമ്പോൾ നമ്മൾ ഓരോന്ന് നന്നാക്കി എടുക്കുമ്പോൾ, ഇപ്പോൾ പച്ചക്കറികൾ നന്നാക്കി എടുക്കാനാണ് അവിടെ ടൈം പോകുന്നത്, കുക്കിംഗ് ചെയ്യാനല്ല. ജസ്റ്റ് നമ്മളിപ്പോൾ കലത്തിൽ ഇട്ട് വേവിക്കണേന് അവിടെ അടുപ്പ് കത്തിച്ച് അങ്ങോട്ട് കൊടുക്കാല്ലേ, അത് തന്നെ ഇരുന്ന് അങ്ങോട്ട് വെന്തോളും. നമ്മൾ വേവിപ്പിക്കൊന്നും വേണ്ടല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞ് പെറുക്കി ചതച്ച് അങ്ങനെയൊക്കെ എടുത്ത് അങ്ങോട്ട് വെച്ച്, അപ്പോൾ പിന്നെ നേരം വെളുത്ത് എനിക്ക് ചെയ്യാൻ എളുപ്പമാണല്ലോ. പിന്നെ ബാക്കിയുള്ള കുക്കിങ്ങും കാര്യങ്ങളും ക്ലീനിങ്ങും മുറ്റമടിയും ഒക്കെ അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എഗ്ഗിനായിട്ട് കുറച്ച് കൊച്ചുള്ളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഇട്ട് അതൊന്ന് പെട്ടെന്ന് വെന്ത് കഴിഞ്ഞ് വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഈ മുട്ട കറി വയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൽ കുറച്ച് പൊടിക്കാത്ത മസാലയുടെ കുറച്ച് പട്ട ഗ്രാമ്പൂ അതുപോലെ തന്നെ പെരിഞ്ചീരകവും അതൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഇതൊക്കെ പൊടിച്ച് നമുക്ക് ചേർക്കാം, പൊടിച്ച് നമ്മൾ ഗരം മസാല വേറെ പാക്കറ്റ് മസാല ചേർക്കുന്നുണ്ട്. ഞാനിങ്ങനെ അത് പൊടിക്കാനൊന്നും നിൽക്കാറില്ല, കുറച്ച് പണിയാണെന്നേ. അതുകൊണ്ട് ഞാൻ ഈ മേടിക്കുന്ന ഗരം മസാലയൊക്കെയാണ് ചേർക്കാറ്. പക്ഷെ അത് ഹെൽത്തിനൊന്നും അത്ര നല്ലതല്ല. നമ്മൾ ഇങ്ങനെ പൊടിക്കാത്ത മസാല മേടിച്ചിട്ട് അത് കഴുകി ഡ്രൈ ആക്കി വറുത്ത് പൊടിച്ചെടുത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ടേസ്റ്റൊന്നും എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ അതിനൊക്കെ സമയം കിട്ടാറില്ല കേട്ടോ. പണ്ടത്തെ ആൾക്കാർ അങ്ങനെയൊന്നും നോക്കില്ല, എല്ലാം കൃത്യമായിട്ട് ചെയ്യും. ഇപ്പം എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ സവാളയൊക്കെ ഒന്ന് വാട്ടി ഒരു റെഡ് കളറാവുന്നത് വരെ നമ്മൾ വാട്ടി കൊടുത്തു. പിന്നെ അതിലേക്ക് പൊടികൾ, അതായത് മഞ്ഞപ്പൊടി കുറച്ച് കൂടുതലിടും. പിന്നെ അതുപോലെ തന്നെ ചുവന്ന മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഞാൻ കുറച്ചായിട്ട് ചേർക്കുള്ളൂ. കാരണം മല്ലിപ്പൊടിയുടെ കുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാത്തൊരു കുത്ത് തന്നെയാണ്. അപ്പം ഞാനതൊക്കെ ചേർത്തിട്ട്
വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് കുറച്ച് നേരം തട്ടിപ്പൊത്തി അങ്ങോട്ട് വയ്ക്കും. എന്നിട്ട് തേങ്ങാപ്പാലുണ്ട്, ആ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിക്കും. അപ്പോൾ അങ്ങനെ മുട്ടക്കറി റെഡിയായി. ഇതേ ആ ടൈമിൽ നല്ല മഴ അങ്ങോട്ട് പെയ്തു കേട്ടോ. നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ. ആ മഴ വന്നതും അറിഞ്ഞില്ല, പോയതും അറിഞ്ഞില്ല, അതുപോലെയായിരുന്നു കേട്ടോ. പെയ്തത് നല്ല ശക്തിയിൽ അങ്ങോട്ട് പെയ്തു. പിന്നെ ഞാൻ പെട്ടെന്ന് പോയിട്ട് ആ ഡോർ അങ്ങോട്ട് അടിച്ചു കേട്ടോ. ഒന്നാമത് ഗ്രില്ലിട്ട ഡോർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെള്ളം അകത്തേക്ക് തെറിക്കും. അങ്ങനെ തന്നെ നേരെ പോയിട്ട് പെരയൊക്കെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ടൈം ഏകദേശം ഒരു 8-8:15 ആയിട്ടുണ്ട് കേട്ടോ. ഇക്കായും മോനും കൂടി രാവിലെ 7:30 ആയപ്പോൾ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതേ മോനിക്ക് പോകാൻ നേരത്ത് എടുത്തു വെച്ച ഡ്രസ്സാണ് കേട്ടോ കാണുന്നത്. അതൊരു ബ്ലൂ കളർ ഷർട്ടും ഒരു സെറ്റിൻ്റെ മുണ്ടുമായിരുന്നു കേട്ടോ. ഇത് കഴിഞ്ഞെല്ലാം അവന് സ്കൂളിൽ ഓണം സെലിബ്രേഷന് ഇടാനായിട്ട് മേടിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഞാൻ ഇത് ഇട്ടുകൊണ്ട് പള്ളിയിൽ പോടാ മോനെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഓണം സെലിബ്രേഷന് സ്കൂളിലേക്കല്ല പോകണത്, ഞാൻ പള്ളിയിലേക്കാണ് പോകുന്നത്, അപ്പോൾ ഇത് പറ്റില്ല എന്ന്. ആ കുർത്തയുടെ കളറ് കണ്ടോ, നമ്മുടെ ലോഡിങ്ങുകാരൊക്കെ ഇടുന്ന ഷർട്ടിൻ്റെ കളറില്ലേ, അതാണ്. അതുകൊണ്ട് അവനത് ആ കളറ് പറ്റിയില്ല. പിന്നെ സെറ്റ് മുണ്ട് അവന് പൊതുവേ പറ്റിയില്ല. പള്ളിയിലൊക്കെ പോകുന്നതല്ലേ, അത് പറ്റൂലല്ലോ. കരയുള്ള മുണ്ടയാണെങ്കിൽ അവനൊന്നും കൂടി ഉടുത്തേനെ. പിന്നെ അത് അവിടെ ഞാൻ അങ്ങോട്ട് എടുത്ത് വെച്ചു. പിന്നെ ഈ പ്രാവശ്യം പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ അവനോട് ലുലുന്ന് എടുത്തോളാൻ പറഞ്ഞതാണ്. പക്ഷെ അവൻ എടുത്തില്ല. അവന് സൈസ് കൊണ്ട് ഒക്കെ ഉള്ളതെന്നും പറഞ്ഞുകൊണ്ട് അവന് എടുത്തില്ല. ഞാൻ പിന്നെ പുറകെ നട്ടെന്ന് നിർബന്ധിച്ച് ഒരെണ്ണം എടുക്ക് പള്ളിയിൽ പോകുമ്പോൾ ഇടാനുള്ളതാണ്, ഇടണമല്ലോ എന്നൊക്കെ. അപ്പോൾ അവൻ അങ്ങോട്ട് ഇട്ടില്ല കേട്ടോ. പിന്നെ അതേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്കായും മോനും കൂടി വന്ന് പിന്നെ അവർക്കുള്ള ഫുഡൊക്കെ ഞാൻ വിളമ്പി വയ്ക്കുകയാണ്. മോനാണെങ്കിലും മിക്കായാണെങ്കിലും ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവർക്കുള്ള ഫുഡൊക്കെ ഇങ്ങോട്ടൊക്കെ എടുത്തങ്ങോട്ട് കൊടുത്തു. പിന്നെ ഞാൻ നേരെ പോയിട്ട് റൈസ്, അതായത് ഇത് ജീരകശാല റൈസാണ് കേട്ടോ. നെയ്ച്ചോറിനും ബിരിയാണിക്കൊക്കെ ബെസ്റ്റാണ് ഈ റൈസ്. അപ്പോൾ ഈ റൈസിനൊരു പ്രത്യേക സ്മെല്ലാട്ടോ. സത്യം പറഞ്ഞാൽ ഒരു ബിരിയാണിയുടെ മണം ഈ റൈസ് പച്ചയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഉണ്ടാവും. അപ്പം ഞാൻ അതൊന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പോയി കുളിക്കാമെന്ന് കരുതി. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബാക്കിയുള്ള പരിപാടികൾ, വാഷിങ്ങും മുറ്റാടിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് മുമ്പ് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ റൈസ് ഒന്ന് കുതിർന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു അരമണിക്കൂറോളം ഞാൻ ഈ ജീരകശാല റൈസ് വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരെ മുറ്റത്തേക്ക് പോയിട്ട് എൻ്റെ കിളികളൊക്കെ സേഫ് ആയിട്ടാണോ ഇരിക്കുന്നത് എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഞാൻ എപ്പോഴും ഈ കിളികളുടെ കൂട്ടിൽ ചെന്ന് നോക്കൂട്ടോ. കാരണം നമ്മുടെ വീട്ടിലിങ്ങനെ വന്നിരിക്കുമ്പോൾ അതുങ്ങൾ സേഫ് ആയിട്ടാണോ അതോ ഇനി വേറെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ എൻ്റെ വ്ളോഗ്സിൽ ഇവിടെ കിളി കൂട് കൂട്ടിയിട്ട് കുഞ്ഞു കിളികളൊക്കെ പറന്നു പോകുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സെയിം കൂട്ടി തന്നെയാട്ടോ ഇപ്പോൾ പുതുതായിട്ട് വേറൊരു അതിഥിയും കൂടി വന്നേക്കുന്നത്. ഇപ്പോൾ കുഞ്ഞ് മുട്ടയൊക്കെ ഇട്ട് അത് മുട്ട വിടർന്ന് കുഞ്ഞു കിളികളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ തള്ളക്കിളി വന്ന് അതിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വേറൊരു പ്ലാന്റിലും കിളി കൂട് കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 2 പ്ലാന്റിലാണ് കിളികൾ കൂട് കൂട്ടിയിട്ട് ഇരിക്കുന്നത്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വന്നിട്ട് നെയ്ച്ചോറ് വെക്കുകയാണ്. ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ടുണ്ടല്ലോ, ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിൽ കുറച്ചാണ് ചേർക്കുന്നുള്ളൂ. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ നെയ്ച്ചോറിന് കിട്ടും കേട്ടോ. അതിനാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒരുപാട് ഒഴിച്ച് കുളമാക്കരുത് കേട്ടോ. പിന്നെ ഞാൻ നേരെ വന്നിട്ട് കുറച്ച് പട്ട, ഗ്രാമ്പൂ, പെരുംജീരകം ഒക്കെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതൊന്ന് നേരിയ തീയിലിട്ടൊന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തലേന്ന് രാത്രി ഞാൻ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാ സംഭവങ്ങളും ഞാൻ അരിഞ്ഞ് പെറുക്കി വെച്ചതുകൊണ്ട് നമുക്ക് ഇന്ന് കുക്കിംഗ് മാത്രമേ ഉള്ളൂല്ലോ. അപ്പോൾ കുറച്ച് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ സവാള ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചെറിയൊരു ബ്രൗൺ നിറമാവുന്നത് വരെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ദേ ഇതാണ് എൻ്റെ പുതിനയല്ല, മല്ലിയില. ഇത് സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന മല്ലിയിലയല്ല കേട്ടോ. ഇത് ഞാൻ ഇവിടെ സ്വന്തം നട്ടുണ്ടാക്കുന്ന മല്ലിയിലയാണ്. എൻ്റെ വീട്ടിൽ ഇത് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ പോകുമ്പോൾ ഉമ്മാനെ കാണാണ്ട് ഇസ്കി കൊണ്ടുവരും. ഉമ്മ ഭയങ്കര മടിച്ചിയാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നു വിടാനായിട്ട്. ഉമ്മയുടെ തീർന്നു പോകും എന്ന് ഓർത്തിട്ടായിരിക്കും. എന്നാലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ പറിച്ചുകൊണ്ട് വരും കേട്ടോ. ഇപ്പം എനിക്ക് ഇതിവിടെ സത്യം പറഞ്ഞാൽ ഇല്ല. എനിക്കിങ്ങനെ ചട്ടിയിൽ വെച്ച് ആണ് ഞാനിങ്ങനെ പരിപാലിച്ചു കൊണ്ട് വരുന്നത്. എനിക്കിങ്ങനെ ചട്ടിയൊക്കെ ഇനി കുറച്ച് മേടിച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ നട്ട് വയ്ക്കണം. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു വിട്ടു. ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ആ വെള്ളമൊക്കെ ഞാൻ അതിലേക്ക് ഒഴിച്ചു. ഞാൻ മൊത്തത്തിൽ 3 ഗ്ലാസ് റൈസാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ നാരങ്ങ വെള്ളം ഒഴിച്ചു. ഈ നാരങ്ങ നീര് ഒഴിക്കുക. നാരങ്ങ വെള്ളമല്ല കേട്ടോ, നാരങ്ങാ നീരെന്ന് പറയുമ്പോൾ ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് പിഴിഞ്ഞങ്ങോട്ട് ഒഴിച്ചു. നാരങ്ങാ നീര് ചേർക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ റൈസ് വിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ പിന്നെ നമ്മൾ വെള്ളവും ഒഴിച്ച് നാരങ്ങ ഇട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ആ വെള്ളത്തിലേക്ക് ചേർത്തിട്ട് നമ്മൾ അങ്ങനെ മാറ്റി വെക്കണം. ഇനി അത് അവിടെ കിടന്ന് തിളക്കട്ടെ. വെട്ടി തിളച്ചതിന് ശേഷമാണ് റൈസ് എടുത്ത് അതിലേക്ക് കമത്തണം കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും സവാളയൊക്കെ നെയ്യിലൊന്ന് ഫ്രൈ ചെയ്ത് കോരിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം കൂടി ഇടുന്നില്ല, ഓരോന്നോരോന്നായി. ആദ്യം ഞാൻ കിസ്മിസ് ഇട്ടു, നെക്സ്റ്റ് കാഷ്യൂ നട്ട്സ്, അത് കഴിഞ്ഞ് സവാള ഒരു സവാളയുടെ ഹാഫാണ് കേട്ടോ ഇട്ടത്. അതെല്ലാം കൂടി നന്നായിട്ട് നെയ്യിൽ കറുത്ത് മുരിഞ്ഞിരിക്കണം എനിക്ക്. എന്നാലാട്ടോ എനിക്ക് ആ ഒരു കല്യാണ വീടുകളിലൊക്കെ ആണെങ്കിൽ സവാളയൊക്കെ നെയ്യിൽ നന്നായിട്ട് കരിഞ്ഞ് മുരിച്ചല്ലേ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുപോലെ എനിക്ക് ഫ്രൈ ചെയ്ത് കിട്ടണം കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് ധാരാളം തന്നെ നെയ്യ് അതിലേക്ക് ഒഴിച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നെയ്യ് ഒഴിക്കുമ്പോഴാട്ടോ നന്നായിട്ട് ഫ്രൈ ആയിട്ടിരിക്കുള്ളൂ. അല്ലാണ്ട് നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ സവാള കരിഞ്ഞ ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ അതൊക്കെ ഫ്രൈ ആക്കിയതിന് ശേഷം അപ്പുറം ഇരിക്കുന്ന അടുപ്പേലിരുന്ന സാധനം ഇപ്പുറം ഇട്ടെടുത്ത് വെച്ചു. അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാൻ നേരത്തെ തന്നെയാട്ടോ റൈസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ടൈം ഒരു 11 മണിയായിട്ടുണ്ട്. ഇതുവരെ ബീഫ് വന്നിട്ടില്ല. ഇക്കായാണെങ്കിൽ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ബീഫ് മേടിക്കാൻ പള്ളിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊക്കെ കൊണ്ടുവന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ കടയിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ബീഫൊക്കെ കട്ട് ചെയ്താണ് കിട്ടുന്നത്. ഇത് ഇനി ഇവിടെ കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് വരെ എടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ ബാക്കിയുള്ള, അതായത് റൈസിൻ്റെ പരിപാടി അങ്ങോട്ട് തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണിയൊക്കെ അവിടെ കഴിയുമല്ലോ. പിന്നെ ആ ടൈമിൽ തന്നെ ഞാൻ കുറച്ച് സാലഡും ഉണ്ടാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് തക്കാളി, പച്ചമുളക്, കുറച്ച് സവാള ഒക്കെ ഇട്ടിട്ട് ഞാൻ തൈര് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഞാനിവിടെ ചായക്ക് വേണ്ടിയിട്ട് പാല് മേടിക്കും. അപ്പോൾ ആ പാലിൽ നിന്ന് കുറച്ചെടുത്ത് ഒഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് തൈര്, ഇത്തിരി പുളി കൂടിപ്പോയി, പക്ഷേ പുളിയും കൂടുതലായിരുന്നു. പുളി കൂടുതലല്ല, കുറച്ച് ഇത്തിരി കൂടുതലായിരുന്നു. പിന്നെ നല്ല കട്ടി തൈരും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അങ്ങോട്ട് ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. കുറച്ച് ലൂസാക്കി അങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. പിന്നെ സാലഡൊക്കെ സെറ്റാക്കി കിച്ചണിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ വന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ റൈസിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വറ്റി വരുന്ന ആ ടൈമിലുണ്ടല്ലോ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗീ റൈസ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഗീയുടെ ടേസ്റ്റ് വരണം. എന്നാലാണ് നെയ്ച്ചോറായി മാറുകയുള്ളൂ. ആ നെയ്ച്ചോറെന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ നെയ്യില്ലേ, അതങ്ങനെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നന്നായിട്ട് നെയ്യ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ നന്നായിട്ട് നെയ്യൊക്കെ ചേർത്ത് തട്ടിപ്പൊത്തി അങ്ങോട്ട് വയ്ക്കുകയാണ്. പിന്നെ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയാണ് ആദ്യം ഇട്ട് കൊടുത്തത്. സവാള, കിസ്മിസ്, കാഷ്യൂ, ഇവയെല്ലാം കൂടി ഞാൻ ആ റൈസിന് മേലെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല മൊഞ്ചില്ലേ കൂട്ടുകാരെ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ റൈസൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. പിന്നെ കൂട്ടുകാരെ ഞാനൊരു കാര്യം വിട്ടുപോയിട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗീ റൈസ് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഈ പട്ട, ഗ്രാമ്പൂ, സവാളയൊക്കെ ചേർത്തില്ലേ ആ ഫസ്റ്റ് ടൈം നെയ്യൊക്കെ ഒഴിച്ചിട്ട്, ആ ടൈമിൽ ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് ചതച്ചെടുത്തതാണ്. അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വോയിസ് ഓവർ കൊടുക്കുന്ന ടൈമിലുണ്ടല്ലോ ഞാൻ ഫസ്റ്റിൽ അത് മറന്നുപോയി. പിന്നെ പറഞ്ഞ് ഇവിടെ എത്തിയപ്പോഴാണ് അയ്യോ ഞാൻ ഫസ്റ്റിൽ ഗീ റൈസ് ഇട്ടപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തത് പറഞ്ഞില്ലല്ലോ എന്ന് ഞാനിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചു പോയി. അങ്ങനെ പറഞ്ഞതാട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഗീ റൈസ് ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ ഗീ റൈസൊക്കെ സെറ്റായി. പിന്നെ പള്ളിയിൽ നിന്ന് ബീഫ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഷെയർ കൊടുത്ത ബീഫായിരുന്നു. അത് കൊണ്ടുവന്നു. അത് നേരത്തെ കിട്ടൂല, നമ്മൾ ഷെയർ കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് നേരത്തെ കിട്ടി. അത് നമുക്ക് വീട്ടിൽ കൊണ്ടുവരാം. പിന്നെ അതേ ബീഫിൻ്റെ മണം അടിച്ചപ്പോൾ എൻ്റെ പൂച്ചയ്ക്ക് പുറത്ത് നിൽക്കാൻ പറ്റില്ല. അത് എൻ്റെ അടുത്ത് വന്നിരിക്കട്ടെ. ഈ പൂച്ചയ്ക്ക് ഭയങ്കര ക്ഷമാശീലത കൂടുതലാട്ടോ. വേറെ വല്ല പൂച്ചയാണെങ്കിലും ഉണ്ടല്ലോ എൻ്റെ കൈ വരെ കടിച്ചെടുത്തോണ്ട് പോകും. ഇതായതുകൊണ്ടാട്ടോ ഇതിങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിന് ഓരോ കഷ്ണമൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. കുറേ ബീഫുണ്ടല്ലോ, അപ്പോൾ അതുങ്ങൾ കഴിച്ചോട്ടെ എന്നൊക്കെ കരുതി ഞാനിങ്ങനെ ഇട്ട് കൊടുക്കണതാട്ടോ. സാധാരണ സൺഡേ കടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് കുനുകുനാന്ന് കട്ട് ചെയ്ത് തന്നതാണ്. പക്ഷേ ഇന്ന് പള്ളിയിൽ നിന്ന് കിട്ടിയതല്ലേ, ഇതൊക്കെ നമ്മൾ തന്നെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇങ്ങനെ കുനിഞ്ഞിരുന്ന് ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് പോലെയാട്ടോ. അപ്പോൾ ആ സ്റ്റെപ്പിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ കുനിഞ്ഞിരുന്നാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇവിടെ കട്ട് ചെയ്തെടുക്കാൻ വേറെ സംവിധാനങ്ങളൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നമ്മുടെ ട്രഡീഷണൽ വേ ആണ് ഇതൊക്കെ. ഇപ്പോൾ ടൈം ഒരു മണി ഒക്കെ ആയിട്ടുണ്ട്. കാരണം ഇത് കട്ട് ചെയ്തെടുക്കാൻ ഇത്തിരി പാടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ അരിവാളിനാണെങ്കിൽ
ഒട്ടും മൂർച്ച ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് അതിങ്ങനെ ഒരച്ചൊരച്ച് കല്ലേലിങ്ങനെ ഒരച്ചൊരച്ച് പിന്നെ 2 പീസ് മുറിക്കുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ മൂർച്ച പോവും. അങ്ങനെ വലിച്ച് വലിച്ച് എൻ്റെ ഷോൾഡർ ഒടിഞ്ഞിട്ടോ പൊന്നു മക്കളെ. പിന്നെ ദേ ഇന്ന് ഞാൻ ഈസ്റ്റേണിൻ്റെ കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ല കുരുമുളക് അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഒരു ബീഫ് കറിയാട്ടോ ഉണ്ടാക്കുന്നത്. ബീഫ് കറിക്കും ഫ്രൈക്കും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കറിയും വെക്കാം, ഫ്രൈയും ചെയ്യാം. ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഫ്രൈയും ചെയ്യും. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് കൂടുതലും ഞാൻ പെപ്പർ പൗഡറാണ് ട്ടോ അതിൽ കൂടുതലും ചേർക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് കുറച്ച് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ടൈമിൽ വീട്ടിൽ നിന്ന് ഉമ്മ വിളിച്ചിട്ട് ചോദിക്കുക ഫുഡ് ഉണ്ടാക്കിയോ കഴിച്ചോ കുടിച്ചോ ഇങ്ങനെയൊക്കെ 100 കണ്ട ക്വസ്റ്റ്യനായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതേ എപ്പോഴും അങ്ങോട്ട് പോനെ എങ്ങനെയൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ ഇവിടെ 1:30 ആയപ്പോൾ ബീഫ് ഇട്ട് വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാര്യമൊന്നുമല്ല. നമുക്ക് ബീഫ് ആ ടൈമിലാണ് കിട്ടുള്ളൂ. നമ്മുടെ ഷെയർ ആയതുകൊണ്ടാട്ടോ ഇത്ര നേരത്തെ. അല്ലെങ്കിൽ നമ്മള് പള്ളിയിൽ നിന്ന് ബീഫ് വരുമ്പോഴത്തേക്കും വൈകുന്നേരം ആവും. ആ നേരമാകുമ്പോൾ പിന്നെ ഫുഡ് കഴിക്കാനൊന്നും പറ്റൂലല്ലോ. പിന്നെ നമ്മൾ ബീഫിൻ്റെ സവാളയും സംഭവങ്ങളൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ നമ്മൾ പപ്പടം പൊരിക്കാൻ കേട്ടോ. ഇവിടെ ഗീ റൈസ് ഉണ്ടാക്കിയാലും ബിരിയാണി റൈസ് ഉണ്ടാക്കിയാലും പപ്പടം മസ്റ്റാണ്. അത് എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ പപ്പടത്തിൻ്റെ സെൻറ്ററിൽ ഹോള് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ അടുത്തിടെ മനസ്സിലാക്കിയ നഗ്നമായ സത്യമാണ് കേട്ടോ. പപ്പടത്തിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഹോളിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പടം ഒരുപാട് പൊന്തിച്ച് വരില്ല കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ആ പപ്പടത്തിൻ്റെ സെൻറ്ററിൽ ഒരു ഹോളിട്ട് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ പപ്പടം പൊന്തിച്ച് വന്നില്ല. അല്ലെങ്കിൽ എൻ്റെ ഉണ്ടല്ലോ ഈ പാനിപ്പൂരി പൊങ്ങി വരില്ലേ, ഈ നമ്മുടെ പൂരിയൊക്കെ പൊങ്ങി വരില്ല, അതുപോലെ ഇങ്ങനെ പൊന്തിച്ച് വന്ന പപ്പടം ദേ കണ്ട ഹോളിട്ടപ്പോഴത്തേക്ക് ചെറിയ ചെറിയ പൊന്തലുകൾ മാത്രം അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ പൊങ്ങൽ മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ നമ്മളതൊക്കെ ഒന്ന് വേഗത്തിൽ തന്നെ പൊരിച്ചെടുക്കുകയാണ്. ഞാൻ പപ്പടം പൊരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് പൊന്തിച്ചും വരും. അതുപോലെ തന്നെ പപ്പടം ഉണ്ടല്ലോ ഈ ഏതാണ്ട് ഈ പച്ചപ്പപ്പടം ചുട്ടെടുക്കൂല അതുപോലെ ആയിരിക്കും. വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുക എന്തുവാടി ഈ പപ്പടം ഇങ്ങനെയൊക്കെ ഇരിക്കണേന്നൊക്കെ ഇവിടെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. പിന്നെ അതേ ഇക്ക വന്നിട്ടുണ്ട് കേട്ടോ. പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ വന്ന് ദേ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ബീഫ് കറി, ബീഫ് ഫ്രൈ ചെയ്തത്, സാലഡ്, അച്ചാറ്, പപ്പടം എല്ലാവരും കൂടി ഒക്കെ ഇരുന്ന് സുഖമായിട്ട് അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോൾ ടൈം 2 മണിയായിട്ടോ. അപ്പം മകന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബീഫ് ഫ്രൈ ചെയ്യുന്നതാട്ടോ. അവന് കുരുമുളകും മുളക് പൊടിയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ അവന് ബീഫ് കറി കഴിക്കൂല കേട്ടോ. പിന്നെ ഞാനും അവിടെ ഇരുന്ന് കഴിച്ചു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ പുകഴ്ത്തി പറയുന്നതല്ല, ഒന്ന് വിചാരിക്കരുത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതേ മോള് ഡ്രസ്സൊക്കെ ഇവളാണെങ്കിൽ ഉച്ചയ്ക്കാട്ടോ എണീച്ച് വന്നത്. പെരുന്നാളിൻ്റെ അന്ന് ഉച്ചയ്ക്ക് എണീച്ച് വന്ന് അവൾക്ക് പിന്നെ വേറെ ഒന്നും അറിയണ്ടല്ല. ഭയങ്കര മടിച്ചിയാണ്. ഒരു കാര്യം സ്വന്തം കാര്യം പോലും ചെയ്യാത്ത ഒരു പെണ്ണ്. അപ്പോൾ അതേ അവൾ വന്നിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞാനും പോയി ഫുഡൊക്കെ കഴിച്ച് ബാക്കിയുള്ള പാത്രവും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് വന്ന് ഞാനും എൻ്റെ പെരുന്നാൾക്കൊടി ഇട്ടിട്ടോ. ഇതാണ് ഞാൻ ലുലു ഫാഷൻ സ്റ്റോറിൽ നിന്ന് എടുത്ത ഡ്രസ്സ്. ഈ കളർ കണ്ടോ, നല്ല ഒരു ലൈറ്റായിട്ടുള്ള യെല്ലോ കളർ, ഭയങ്കര സിൽക്കി ടൈപ്പാട്ടോ. നല്ല രസമുണ്ട് ഇത്. എനിക്ക് ഇട്ടിട്ടും നല്ല കംഫർട്ടായിട്ട് തോന്നി കേട്ടോ. നല്ലൊരു സൽവാറായിരുന്നു. അപ്പം ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് നേരെ വീട്ടിലേക്ക് പോവാട്ടോ. വീട്ടിലേക്കല്ല സത്യം പറഞ്ഞാൽ പോയത്. ഞാൻ പോയത് കടമ്പ്രയാർ ടൂറിസം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്കാട്ടോ പെരുന്നാളിൻ്റെ അന്ന് പോയത്. ഇന്ന് ഞാൻ എടുത്തത് പെരുന്നാളിൻ്റെ പിറ്റേന്നുള്ളൊരു വീഡിയോയാണ്. അപ്പോൾ വീട്ടിൽ ചെന്നായിരുന്നു. അപ്പോൾ ഉമ്മ ഇങ്ങനെ വിളിക്കായിരുന്നു. അപ്പോൾ ഞാൻ കടമ്പ്രയാർ പോയ വീഡിയോ അത് ഞാൻ വേറൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പെരുന്നാളിൻ്റെ പിറ്റേന്ന് ഞാൻ വീട്ടിൽ ചെന്നതാണ്. അപ്പോൾ ചെന്നപ്പോൾ എൻ്റെ മാമിമാരും മാമമാരും അവരുടെ മക്കളും കൊച്ചുമക്കളൊക്കെ ആയിട്ട് വീട്ടിൽ വന്നേക്കാണ്. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അതേ മാമ വാപ്പ എല്ലാവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ എപ്പോഴും കാണണമല്ലോ, വല്ല കാലത്തൊക്കെ കാണുന്നത് ഇതുപോലെ ആഘോഷ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ വരും, അങ്ങോട്ട് പോകും, അങ്ങനെയൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെ കണ്ട് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന് ഫുഡൊക്കെ അടിച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഇങ്ങനെ പോവാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റമൊക്കെ കണ്ട ഉമ്മ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ പ്ലാന്റ്സ് ഒക്കെ വയ്ക്കും. എന്നിട്ട് കുറേ സ്ഥലത്ത് പാമ്പും കയറി കിടക്കും കേട്ടോ. അഗ്രിയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരുപാട് ഓവറായിട്ട് ചെടികൾ ഇങ്ങനെ വയ്ക്കലേ പാമ്പ് കയറുമെന്ന്. അപ്പോൾ ഉമ്മ ഇങ്ങനെ പുല്ലൊക്കെ പറിക്കുന്ന സമയത്ത് ഒരു തവണ ഇങ്ങനെ പാമ്പ് വന്നിട്ട് പാമ്പിനെ വരെ കയറി പിടിക്കാൻ പോയിട്ടുണ്ട്. ഉമ്മാക്കാണെങ്കിൽ കണ്ണിന് കാഴ്ചക്കുറവ് ഇത്തിരിയൊക്കെ ഉണ്ട്. പിന്നെ അത് ഇറങ്ങുന്ന ടൈമായപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ചെടി വിളംബരം ചെയ്യാട്ടോ. എൻ്റെ ഉമ്മാക്കാണെങ്കിൽ ചെടി പ്രാന്താണ്. ആ പ്രാന്ത് തന്നെ എനിക്കും ഉണ്ട് കേട്ടോ. അമ്മായിമാരും മോശമൊന്നുമല്ല, അവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അവരാണെങ്കിൽ ഇതുപോലെ ഓരോ സ്ഥലത്ത് പോകുന്നത്
സാധനങ്ങളൊക്കെ ഇങ്ങനെ അവിടുന്ന് മേടിക്കും. ഈ ബാർട്ടർ സിസ്റ്റാണ്. ചെടി കൊടുത്ത് ചെടി മേടിക്കുന്നു. ആ ഒരു സിസ്റ്റാണ് ഇവര്. പിന്നെ ദേ എല്ലാ കസിൻസും കുട്ടികളും ഒക്കെ ഇങ്ങനെ നിരനിരയായിട്ടിരിക്കുകയാണ് ട്ടോ. അപ്പോൾ ഇറങ്ങുകയാണ് എല്ലാവരും കൂടി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ടൈം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം വൈകിയാണ് സന്ധ്യ ആവുന്നത്. അതുപോലെ നേരം വെളുക്കുന്നത് കുറച്ച് നേരത്തെയുമാണല്ലോ. അപ്പോൾ ദേ എൻ്റെ വീടിനോട് ചേർന്ന് ഒരു ചെറിയ തോടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ, പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ വരെ ഈ ഇവിടെ മൊത്തം കാടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വരുമ്പോൾ എപ്പോഴും പരാതി പറയും, ഓ ഇത്രയും വലിയ കാടൊക്കെ ഇങ്ങനെ നിർത്തണം എന്തിനാ, വെട്ടിക്കളഞ്ഞു കൂടെ, വല്ല പാമ്പൊക്കെ കയറി കിടക്കും എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ അതേ കുടുംബശ്രീയിലെ ആളുകളൊക്കെ വന്നിട്ട് ഇതൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടാമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.